ആന്തൂർ നഗരസഭയുടെ ഭാവി വികസന ദിശ നിശ്ചയിക്കുന്ന 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ആവേശകരമായ പ്രഖ്യാപനങ്ങളോടെയും വൈവിധ്യമാർന്ന പദ്ധതികളോടെയും അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയ്ക്ക് പുതുജീവൻ നൽകുകയും കാർഷിക മാലിന്യ സംസ്കരണ രംഗങ്ങളിൽ സ്ഥിരതയാർന്ന മുന്നേറ്റം കൈവരിക്കുകയുമെന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ബജറ്റ് വൈസ് ചെയർമാൻ പാച്ചേനി വിനോദ് കുമാറാണ് സഭയിൽ അവതരിപ്പിച്ചത്. നഗരത്തിന്റെ പുരോഗതിയും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന വികസന രേഖയെന്ന നിലയിലാണ് ബജറ്റ് വിലയിരുത്തപ്പെടുന്നത്. സമഗ്ര വികസനത്തിനും ഉൽപാദന മേഖലയുടെ ശാക്തീകരണത്തിനും ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ആന്തൂർ നഗരസഭയുടെ ബജറ്റ് അവതരിപ്പിച്ചത്. മുൻ നീക്കിയിരിപ്പ് ഉൾപ്പെടെ 47,97,97,740 രൂപ വരവും 44,08,63,774 രൂപ ചെലവും 3,17,33,966 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ മാലിന്യ സംസ്കരണ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്താനായി FSTP, STP പദ്ധതികൾക്കായി 22.9 കോടി രൂപയാണ് വകയിരുത്തിയത്. ആരോഗ്യ സാമൂഹിക ക്ഷേമരംഗങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ക്യാൻസർ വിമുക്ത ആന്തൂർ എന്ന ലക്ഷ്യത്തോടെ ക്യാൻസർ രജിസ്ട്രി തയ്യാറാക്കാനും ക്യാമ്പുകൾക്കുമായി തുക വകയിരുത്തി. സ്കൂളുകളിൽ റോബോട്ടിക് ലാബുകൾക്കായി 25 ലക്ഷം രൂപയും സ്മാർട്ട് ക്ലാസ് റൂമുകൾക്കായി 10 ലക്ഷം രൂപയും നീക്കിവെച്ചു. വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമത്തിനായി സ്കോളർഷിപ്പുകളും പകൽ വിശ്രമ കേന്ദ്രങ്ങളും ബജറ്റ് ഉറപ്പു നൽകുന്നു. ആന്തൂർ ടൂറിസം പദ്ധതി നടപ്പിലാക്കും. ആന്തൂരിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. ധർമ്മശാലയിൽ നിന്ന് ആരംഭിച്ച് സ്നേക്ക് പാർക്ക്, വിസ്മയ പാർക്ക്, പറശ്ശിനിക്കടവ് അമ്പലം, AKG ഐലൻഡ്, നെരിയാർകോട്ടം, കടമ്പേരി, വെൽത്തളി, കീഴ്ത്തളി അമ്പലങ്ങൾ, വിവിധ കാവുകൾ, വെള്ളിക്കൽ ടൂറിസം കേന്ദ്രം, കൈത്തറി ഉൽപ്പന്ന വിതരണ കേന്ദ്രങ്ങൾ, പറശ്ശിനിക്കടവ് ബോട്ടുയാത്ര തുടങ്ങി സാധ്യമായ കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തി വിനോദ വിജ്ഞാന യാത്രകൾ സംഘടിപ്പിക്കുന്നതിനാവശ്യമായ സൗകര്യമൊരുക്കും. ആന്തൂരിന്റെ പൈതൃക കേന്ദ്രങ്ങൾ, ജൈവ വൈവിധ്യങ്ങൾ എന്നിവ കാണുന്നതിനുള്ള സൗകര്യമൊരുക്കും. ഇതിനാവശ്യമായ പദ്ധതി ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി കൂടിയാലോചിച്ച് നടപ്പിലാക്കും. നെൽകൃഷി വികസനത്തിന് 60 ലക്ഷം രൂപയും തെങ്ങ് കൃഷിക്ക് 20 ലക്ഷം രൂപയും പച്ചക്കറി കൃഷിക്ക് 10 ലക്ഷം രൂപയും നീക്കിവെച്ചു. ക്ഷീരമേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കാലിത്തീറ്റ വിതരണത്തിന് 40 ലക്ഷം രൂപയും ഗോശ്രീ പദ്ധതിക്കായി 15 ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി റോഡുകളുടെയും ഡ്രെയിനേജുകളുടെയും നിർമ്മാണത്തിന് 5 കോടി രൂപയും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്കായി 1 കോടി രൂപയും വകയിരുത്തി. കൂടാതെ പരമ്പരാഗത വ്യവസായങ്ങളായ നെയ്ത്ത്, കൈത്തറി, ചെത്ത് എന്നിവയുടെ സംരക്ഷണത്തിനും ബജറ്റ് പ്രത്യേക പരിഗണന നൽകുന്നു. വിഭവസമൃദ്ധമായ ഈ ബജറ്റിലൂടെ ആന്തൂരിന്റെ സമഗ്ര പുരോഗതിയാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. പ്രാരംഭ നീക്കിയിരിപ്പുൾപ്പെടെ 51,73,71,566 രൂപ വരവും 30,48,37,000 രൂപ ചെലവും 2026-27 പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 17,33,64,000 രൂപ വകയിരുത്തി 3,41,75,566 രൂപ നീക്കിയിരിപ്പുമുള്ള 2026-27 വർഷത്തെ പതിപ്പ് ബജറ്റാണ് ഈ കൗൺസിൽ മുന്നാകെ അവതരിപ്പിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ വി സതീദേവി അധ്യക്ഷത വഹിച്ചു. M ആമിന, ഓമന മുരളീധരൻ, KV പ്രേമരാജൻ, P ദീപ, KP മോഹനൻ, T നാരായണൻ, K പ്രേമരാജൻ, കൊമ്പൻ കുത്തപ്പ എന്നിവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സെക്രട്ടറി K മനോജ് കുമാർ സ്വാഗതവും സൂപ്രണ്ട് M രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു.